നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹർഷനും കാർത്തികൻ തമ്മിലൊന്ന് കണ്ട് സംസാരിച്ച ഇന്നത്തെ കല്യാണം തന്നെ നടക്കില്ല. അസ്ഥിക്ക് പിടിച്ച പ്രണയത്തിൽ നിന്ന് ആ അസ്ഥി അറുത്തു മാറ്റിയതിന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തെങ്ങനെയായാലും വേണ്ടില്ല അവര് തമ്മിൽ കാണരുത്. ഹലോ, ഹർഷൻ ഇതുവരെ എത്തിയില്ലല്ലോ. ഹർഷനാണല്ലോ. ഹലോ ഹലോ, നീ വന്നിട്ട് അധികാരമായില്ലല്ലോ. ഇല്ല. എന്തായി തന്റെ അന്വേഷണവും മറ്റും? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, നടക്കുന്നു. അല്ല, പറയും പോലെ നീ എന്താ ഇവിടെ? നീ എന്നെ കാണാൻ വേണ്ടി മാത്രം ഇതുവരെ വരാൻ സാധ്യതയില്ല. വൈഫിന്റെ റിലേറ്റീവ്സ് കുറച്ച് പേരിവിടെ ഉണ്ട്. അവരുടെ ഒരു കുടുംബ പ്രശ്നം നോക്കാനായിട്ട് ഇവിടുത്തെ ക്ഷേത്ര ജോത്സ്യനെ കാണാനായിട്ട് വന്നത്. അതാ നിന്നോട് ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞത്. ഓ, എന്നിട്ട് ആളെ കണ്ടോ നീ? ഇല്ല, ആളിവിടെ പോയിരിക്കേ. ഓ, ഇത് അവനല്ലേ ഹർഷൻ? ഇവനിങ്ങനെ ഇവിടെത്തി? ഓരോ മാരണങ്ങള് വന്ന് കേറിക്കൊള്ളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായി. ഇവനൊക്കെ കെട്ടും പൊട്ടിച്ച് വന്ന് കേറാൻ കണ്ട സമയം. ആ കാർത്തിക എങ്ങാൻ ഇവനെ കണ്ട ഞാൻ കളിച്ച കളികളൊക്കെ പുറത്താവുമല്ലോ. ഇവനെ വെച്ച് ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന വേണ്ടാദിനങ്ങളൊക്കെ പെറ്റ തള്ളയ്ക്ക് പോലും പൊറുക്കാൻ പറ്റാത്തതാ. ഇനി ഇപ്പൊ നശൂലങ്ങൾ തമ്മിൽ കാണാതിരിക്കാൻ എന്താ ചെയ്യാ? നന്നായി. ആരൊക്കെ തമ്മിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്നോ അവരൊക്കെ ഓരോരുത്തരെയും വന്ന് കേറുന്നുണ്ട്. ഇനി ആ ശാലിനി കൂടി വന്ന കോറം തകഞ്ഞു. ഇവളുമാർക്കൊന്നും വീട്ടിലൊരു പണിയില്ലേ? എന്റെ ഭഗവാനെ, നീ ഇത് എന്ത് ഭാവിച്ച? ഹർഷനും കാർത്തികൻ തമ്മിലൊന്ന് കണ്ട് സംസാരിച്ച ഇന്നത്തെ കല്യാണം തന്നെ നടക്കില്ല. അസ്ഥിക്ക് പിടിച്ച പ്രണയത്തിൽ നിന്ന് ആ അസ്ഥി അറുത്തു മാറ്റിയതിന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തെങ്ങനെയായാലും വേണ്ടില്ല അവര് തമ്മിൽ കാണരുത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സകല കള്ളങ്ങളും പൊളിയും. ഈശ്വര, ഒരാളും ചെയ്യാത്ത തറ കളിയാ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ബാക്കി പണി ഞാൻ എടുത്തോളാം. അല്ല സത്യമേ, നിങ്ങളെന്താ ഈ വഴിക്ക്? ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാവേ. ക്ഷേത്രത്തിൽ എന്തിനാ ഈ വഴിക്ക് കയറുന്നത്? തൊഴാനായിട്ട്.
അല്ല അതിനെന്തിനാ ഈ വഴിക്ക് കയറുന്നതെന്നാ ഞാൻ ചോദിച്ചത്. കിഴക്കേ നടയിലൂടെയല്ലേ കയറേണ്ടത്, ഇനി അതും പാടില്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത്. അയ്യോ പാടില്ല എന്നല്ല, അതിന് ചില എളുപ്പ വഴികളുണ്ടെന്ന് പറയുമായിരുന്നു. അമ്മേ, വഴിപാട് വല്ലതും കഴിപ്പിക്കേണ്ട അതിന്റെ കാര്യങ്ങൾ നോക്കുക. ചുമ്മാ അവളുടെ അടുത്ത് സംസാരിച്ചെന്ന്, അല്ലെങ്കിൽ തന്നെ അവിടെ സ്വസ്ഥവും സമാനം തകർന്നു നിൽക്കുക. അതിന്റെ കൂടെ ഇനി ഈശ്വരന്മാരുടെ ശാപം കൂടി താങ്ങാൻ വയ്യ. ധൃതി പിടിക്കാതെ വിഷ്ണു, ശക്തി കൂടിയ മൂർത്തിയാ. കാര്യങ്ങൾ കൃത്യമായി തിരക്കിയിട്ട് വേണം വഴിപാട് കഴിപ്പിക്കാൻ. ഒന്ന് പൂടിയടന്നു. എനിക്കറിയാവുന്ന ഒരു ശാന്തിക്കാരൻ പയ്യനുണ്ട് ഇവിടെ, നല്ല പയ്യനാ. അവനെ ഒന്ന് കണ്ടിട്ട് കയറിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കഴിപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു മുടക്കവും വരാതെ ഇവരുടെ താലികെട്ട് നടക്കാനുള്ള കുറുക്ക് വഴികളും പറഞ്ഞു തരും. ഇനി ഒരു കുറുക്കു വഴിയും വേണ്ട. നേരായ രീതി തന്നെ ഭംഗിയായിട്ട് തന്നെയാ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്താൻ പോകുന്നത്. അതിന് ഇവിടുത്തെ ഭഗവാന്റെ കടാക്ഷമുണ്ട്. അതുകൊണ്ട് വഴി മുടക്കാനായി ഒരാളും വരില്ല. ആര് പറഞ്ഞു? തൊട്ട് മുന്നിൽ തന്നെ നിൽപ്പുണ്ട് നല്ല ഒന്നാന്തരം വഴിമുടക്കി. അവൻ കാർത്തികയെ കണ്ടു കഴിഞ്ഞ് വഴിയല്ല, ഇനി മുന്നിലുള്ള സകല പദ്ധതികളും അവൻ മുടക്കും. നല്ല ഭംഗിയായി മുടക്കും. നിങ്ങൾ വാ, ശാന്തിക്കാരനെയൊക്കെ ഞങ്ങൾ കണ്ടോളാം. അല്ല സത്യമേ, ശരി ശാന്തിക്കാരനെ കാണണ്ട, പക്ഷെ നേരായ വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് കയറാൻ പാടില്ലേ? ഇതല്ലേ നേരായ വഴി എന്ന് ആര് പറഞ്ഞു? കുബേരന്റെ ദിക്കേതാ? വടക്ക് ദിക്കല്ലേ? അല്ല, നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ വരുന്നത്? സമ്പത്തും ഐശ്വര്യവും വരാൻ. കുബേരന്റെ വഴിയിലൂടെ കയറിയാ അത് വർദ്ധിക്കുകയല്ലേ ചെയ്യൂ? എന്താ സമ്പത്തും ഐശ്വര്യന് വേണ്ടെന്നുണ്ടോ? അത് വേണം. ആ എന്നാതാ ആ വഴിക്ക് പൊയ്ക്കോ. എന്നാ പിന്നെ ഇവള് പറയുന്ന സ്ഥലത്തു കൂടി കേറാം. എന്റെ അമ്മയ്ക്ക് ഇനി അതായിട്ടൊരു കുറവ് വരുത്തണ്ടടാ. വാടാ, വാ മോളെ. എന്തെങ്കിലും ആവട്ടെ. കാര്യങ്ങളെല്ലാം എന്റെ വഴിയെ തന്നെ നടക്കുന്നത് കണ്ടോ? പറയുന്നത് കേട്ട് നിന്ന ഗുണം കിട്ടുന്നത് നിനക്ക. സ്മരണ വേണം, സ്മരണ. കേട്ടല്ലോ? കാർത്തികേ, എന്താ അവിടെ? ഒന്നുമില്ല സത്യാമ്മേ. എന്താ വാ. ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.